بسم الله الرحمن الرحيم. وسيق الذين كفروا إلى جهنم زمرا حتى إذا جاءوها فتحت أبوابها وقال لهم خزنتها ألم يأتكم رسل منكم يتلون عليكم آيات ربكم وينذرونكم لقاء يومكم هذا قالوا بلى ولكن حقت كلمة العذاب على الكافرين قيل ادخلوا أبواب جهنم خالدين فيها فبئس مثوى المتكبرين. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1614 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 39-ാമത്തെ അധ്യായമായ സൂറത്ത് സുമറിലെ 71-72 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وسيق الذين كفروا إلى جهنم زمرا حتى إذا جاءوها فتحت أبوابها وقال لهم خزنتها ألم يأتكم رسل منكم يتلون عليكم آيات ربكم وينذرونكم لقاء يومكم هذا قالوا بلى ولكن حقت كلمة العذاب على الكافرين قيل ادخلوا أبواب جهنم خالدين فيها وبئس مثوى المتكبرين. സൂറത്ത് സുമറിലെ 71-72 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. കാഹളത്തിൽ ഊതുന്നതോടുകൂടി മുഴുവൻ മനുഷ്യരും ആകാശഭൂമികളിലുള്ള മുഴുവൻ ജീവജാലങ്ങളും മരിച്ചു വീഴുന്ന കാര്യം അല്ലാഹു നമ്മൾ പിന്നിട്ട ആയത്തുകളിലായിട്ട് പരാമർശിക്കുകയുണ്ടായി. കാഹളത്തിൽ വീണ്ടും ഊതുന്നതോടുകൂടി എല്ലാവരും തന്നെ ഉയർത്തെഴുന്നേറ്റ് കണ്ണുവിടർത്തി കാര്യങ്ങൾ നോക്കിക്കാണുന്നവരായി രംഗത്ത് വരികയാണ്. ആ ഘട്ടത്തില് ഭൂമി വളരെയേറെ പ്രശോഭിതമായ വിധത്തില് കാണപ്പെടും. വാഷ്റഖത്തിൽ അർളു ബിനൂരി റബ്ബിക, ഭൂമി അതിന്റെ നാഥന്റെ പ്രകാശം ഏറ്റുവാങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ പ്രകാശം പ്രതിഫലിപ്പിക്കുന്ന വിധത്തില് പ്രശോഭിതമായിട്ടാണ് ആ ഘട്ടത്തിൽ കാണപ്പെടുക. തുടർന്ന് ഓരോരുത്തരുടെയും കർമ്മ പുസ്തകങ്ങൾ ഹാജരാക്കപ്പെടുന്നു. സാക്ഷികളായിട്ട് പ്രവാചകന്മാരും അതുപോലെ അള്ളാഹുവിന്റെ ദീൻ, അള്ളാഹുവിന്റെ സന്ദേശം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തു എന്ന കാര്യം ഉറപ്പുവരുത്താൻ വേണ്ടി പരിശ്രമിച്ചിരുന്ന ശുഹദാ സാക്ഷികളായിട്ട് ഹാജരാക്കപ്പെടുകയാണ് അവരൊക്കെയും തന്നെ. അതിനെ തുടർന്ന് അവർക്കിടയിൽ സത്യധിഷ്ഠിതമായി അർഹതയുടെ അടിസ്ഥാനത്തിൽ നീതിപൂർവകമായി അള്ളാഹു വിധിതീർപ്പ് കൽപ്പിക്കുന്നു. ഒരാൾക്കും തന്നെ ഒരു വിധത്തിലുള്ള അനീതിയും ഏറ്റുവാങ്ങേണ്ടി വരികയില്ല. ഓരോ വ്യക്തിയും താൻ ചെയ്ത പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലം
തികവോടെ പൂർണ്ണതയോടെ നൽകപ്പെടുന്നു. അവരോരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ വളരെ സൂക്ഷ്മമായിട്ട് അറിയുന്നവനാണ് അള്ളാഹു എന്നാണ് നമ്മൾ പിന്നിട്ട ഭാഗത്ത് കഴിഞ്ഞ ദിവസം പഠന വിധേയമാക്കിയ ആയാത്തുകളുടെ ആശയമായിട്ട് നമ്മൾ മനസ്സിലാക്കിയുണ്ടായത്. അതിനെ തുടർന്ന് പാരത്രിക ലോകത്ത് മനുഷ്യരൊക്കെയും വിചാരണക്കായി ഹാജരാക്കപ്പെടുന്ന ആ സന്ദർഭത്തെ പരാമർശിച്ചുകൊണ്ട് അവിടെ രണ്ട് പരിണതികൾ ഏറ്റുവാങ്ങുന്ന തരം ആളുകളാണ് ഉണ്ടാവുക. അതിലൊന്ന് നിഷേധികളാണ്, സത്യനിഷേധികൾ. അള്ളാഹു പ്രവാചകന്മാരിലൂടെ പഠിപ്പിച്ചിട്ടുള്ള ജീവിത ദർശനവും ആദർശവും തള്ളിക്കളഞ്ഞ ആളുകൾ, അതിനെ സത്യപ്പെടുത്താൻ സന്നദ്ധരാവാതെ അതിനെ നിഷേധിച്ച് തള്ളിക്കൊണ്ട് സ്വന്തം ഇച്ഛയനുസരിച്ച് നീങ്ങിയ ആളുകളാണ് ഒരു കൂട്ടർ. രണ്ടാമത്തെ വിഭാഗം പ്രവാചകന്മാര് അവരെ കേൾപ്പിച്ച ആ സത്യസന്ദേശം ഉൾക്കൊണ്ട് അംഗീകരിച്ച് അള്ളാഹുവിന് വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ സന്നദ്ധരായ ആളുകൾ. ഈ രണ്ട് വിഭാഗവും ഏറ്റുവാങ്ങുന്ന പരിണതികൾ ഒരുപോലെ ആയിരിക്കുകയില്ല, വ്യത്യസ്തമാണ്. അതിൽ ഇന്ന് ഞാൻ ഓതി കേൾപ്പിച്ചിട്ടുള്ള ഈ 71, 72 ആയത്തുകളിൽ നിഷേധികൾ ഏറ്റുവാങ്ങുന്ന പരിണിതി ഏതു വിധത്തിലുള്ളതാണ് എന്നതാണ് വിവരിക്കപ്പെടുന്നത്. നമുക്ക് ഈ രണ്ടായത്തുകളുടെ അർത്ഥസൂചനകളെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. വസീഖല്ലദീന കഫറു ഇലാ ജഹന്നമ സുമറ. ഈ സൂറത്തിന് സൂറത്ത് സുമർ എന്ന പേര് ലഭിക്കുന്നതിന് കാരണമായ ആ പ്രയോഗം, സുമർ എന്ന വാക്ക് അടങ്ങിയിട്ടുള്ള ഒരു ആയത്താണ്. സുമർ എന്ന് പറഞ്ഞ സംഘം എന്നാണ് അർത്ഥം. അപ്പൊ സംഘങ്ങളായിട്ട് നിഷേധികൾ നരകത്തിലേക്ക് നയിക്കപ്പെടുന്നു, നരകത്തിലേക്ക് തെളിക്കപ്പെടുന്നു, ആനയിക്കപ്പെടുന്നു. ഇതാണ് ഈ ഭാഗത്തിന്റെ അർത്ഥം. വസീഖല്ലദീന കഫറു ഇലാ ജഹന്നമ സുമറ. സീഖ എന്ന് പറഞ്ഞാൽ നയിക്കപ്പെട്ടു, ആനയിക്കപ്പെട്ടു, തെളിക്കപ്പെട്ടു എന്നൊക്കെയാണ് അർത്ഥം. സാഖ എന്നതിന്റെ പാസീവ് കൺസ്ട്രക്ഷൻ ആണ്. സീഖല്ലദീന കഫറു, നിഷേധികൾ, സത്യനിഷേധികൾ തെളിക്കപ്പെടുന്നു അല്ലെങ്കിൽ തെളിക്കപ്പെടുന്നു, തെളിക്കപ്പെട്ടു. ഇലാ ജഹന്നം. അതിനെ തുടർന്ന് സംഭവിക്കുന്ന കാര്യം ഹിയർ ആൻഡ് നൗ എന്ന ഒരു ശൈലിയിൽ അള്ളാഹു വിവരിക്കുകയാണ്. ഓൾറെഡി നടന്നു കഴിഞ്ഞ, നടക്കുമെന്നത് തീർത്തും ഉറപ്പുള്ള ഒരു കാര്യം നടന്നു കഴിഞ്ഞു എന്ന വിധത്തിൽ പറയുന്ന ഒരു ശൈലി അറബി ഭാഷയിലുണ്ട്. ഖുർആൻ വളരെ ഏറെ അത് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ ഓരോരുത്തരുടെയും കർമ്മപുസ്തകങ്ങൾ ഹാജരാക്കപ്പെടുകയും സാക്ഷികളായി പ്രവാചകന്മാരും ശുഹദാവും ഹാജരാക്കപ്പെടുകയൊക്കെ ചെയ്ത ആ സന്ദർഭത്തിൽ നിഷേധികൾ നരകത്തിലേക്ക് സംഘം സംഘമായിട്ട് ആനയിക്കപ്പെടുന്നു, അല്ലെങ്കിൽ തെളിക്കപ്പെടുന്നു, ആട്ടിത്തെളിക്കപ്പെടുന്നു എന്നാണ് ഇവിടെ പറയുന്ന കാര്യം. അതിന് ഉപയോഗിച്ചിരിക്കുന്നത് ആട്ടിത്തെളിക്കപ്പെട്ടു കഴിഞ്ഞു എന്ന വിധത്തിൽ അർത്ഥകൽപ്പന നൽകാവുന്ന ഒരു രൂപത്തിലാണ് ആ എക്സ്പ്രഷൻ. സീഖ എന്ന് പറഞ്ഞാൽ തെളിക്കപ്പെട്ടു, നയിക്കപ്പെട്ടു എന്നൊക്കെയാണ്. സാഖ എന്നതിന്റെ പാസീവ് ഫോമാണത് ഞാൻ സൂചിപ്പിച്ചല്ലോ. ഈ പദത്തിൽ നിന്നാണ് സായിഖ്, അതുപോലെ സവാഖ് ഒക്കെയുള്ള അങ്ങനത്തെ പദങ്ങളൊക്കെ വന്നിട്ടുള്ളത് ഈ റൂട്ട് വേർഡിൽ നിന്നാണ്. സാഖ എന്ന് പറഞ്ഞാൽ ഡ്രൈവ് ചെയ്തു, നയിച്ചു എന്നാണ്. സീഖ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഡ്രൈവ് ചെയ്ത് നയിക്കപ്പെട്ടു, ഒരു കൂട്ടരെ തെളിച്ചങ്ങ് കൊണ്ടുപോയി, അതാണ് സൂചിപ്പിക്കുന്നത്. സായിഖ് എന്ന് പറഞ്ഞാൽ നയിക്കുന്ന ആള്, ഒരു കൂട്ടരെ തെളിച്ച് കൊണ്ടുപോകുന്ന ആള്, അല്ലെങ്കിൽ വണ്ടി ഓടിച്ചു പോകുന്ന ആള് എന്നർത്ഥവും അതിന് അങ്ങനെ തന്നെയാണ് അത് വരുന്നത്. സവാഖ് എന്ന് പറഞ്ഞാൽ അത് തന്നെ ഒരു ഏർപ്പാടാക്കി, അത് തന്നെ ഒരു ജോലിയായിട്ട് ചെയ്യുന്ന പ്രൊഫഷണൽ ഡ്രൈവേഴ്സിനെയാണ് സവാഖ് എന്ന് പറയാം. ഡ്രൈവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ
തെളിച്ചു കൊണ്ടുപോവുക എന്നാണ് അതിന്റെ യഥാർത്ഥത്തിൽ. കന്നുകാലികളെ തെളിച്ചു കൊണ്ടുപോകുന്നതിന് ഉപയോഗിക്കാറുള്ള ഒരു വാക്കായിരുന്നു. വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആ പദം ഉപയോഗിക്കുന്നതിന് മുമ്പ് ഇംഗ്ലീഷിലും അറബിയിലും ഒക്കെ അങ്ങനെ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഡ്രൈവ് എന്ന് പറഞ്ഞാൽ തെളിക്കുക എന്നാണ് അർത്ഥം. കാറ്റലിനെ, കന്നുകാലികളെ തെളിച്ചു കൊണ്ടുപോകുന്നതിനാണ് പഴയ കാലത്ത് ആ പദം ഉപയോഗിച്ചിരുന്നത്. പിന്നീട് അത് ആളുകളൊക്കെ കയറ്റിയിട്ടുള്ള വാഹനം തെളിച്ചങ്ങ് പോകുന്നതിന് ഉപയോഗിച്ചു വന്നു എന്നേ ഉള്ളൂ. അറബിയിലും അങ്ങനെയാണ്. സാഖ എന്ന വാക്ക്, അതിന്റെ പാസീവ് ഫോം സീഖ, പിന്നെ അങ്ങനെ തെളിക്കുന്ന ആള് സായിഖ്, അതൊരു തൊഴിലായിട്ട് ചെയ്യുന്ന ആള് സവാഖ്, ഇങ്ങനെയൊക്കെയാണ് ആ പദങ്ങൾ വരുന്നത്. അപ്പോ വസീഖല്ലദീന കഫറു, നിഷേധികൾ തെളിച്ച് കൊണ്ടുപോകപ്പെട്ടു ഇലാ ജഹന്നം, നരകത്തിലേക്ക്. അതിനെ തുടർന്ന് ഈ കർമ്മപുസ്തകമൊക്കെ ഹാജരാക്കപ്പെടുകയും സാക്ഷികളൊക്കെ അവിടെ രംഗത്ത് വരികയൊക്കെ ചെയ്ത് കാര്യങ്ങൾ ഹക്കിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കപ്പെടുകയൊക്കെ ചെയ്തു കഴിഞ്ഞ ആ സന്ദർഭത്തിൽ നിഷേധികൾ നരകത്തിലേക്ക് കൂട്ടം കൂട്ടമായി തെളിച്ച് കൊണ്ടുപോകപ്പെടുന്നു. അവരെ തെളിച്ചു കൊണ്ടുപോവുകയാണ്. ഹത്തായിദ ജാഊഹ, അങ്ങനെ അവര് നരകത്തിന്റെ അടുക്കൽ എത്തിക്കഴിഞ്ഞാൽ, വിചാരണയുടെ രംഗത്ത് നിന്ന് അവരെ നരകത്തിന്റെ ഭാഗത്തേക്ക് തെളിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ, നരകത്തിന്റെ അടുത്തെത്തുന്നതോടെ ഫുത്തിഹത്ത് അബുവാബുഹ, നരകത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയാണ്. അവർക്ക് പ്രവേശനം സാധ്യമാകുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അവരെ അങ്ങോട്ട് പ്രവേശിപ്പിക്കുന്നതിനായിട്ട് നരകത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയായി. ഫുത്തിഹത്ത് അബുവാബുഹ, അബുവാബ് എന്നുള്ള ബാബിന്റെ ബഹുവചനാണ്. ബാബ് എന്നതാണ് അതിന്റെ സിംഗുലർ, കവാടം. അബുവാബ് അതിന്റെ പ്ലൂറലാണ്. ഫുത്തിഹത്ത് അബുവാബുഹ വഖാല ലഹും, അപ്പോ അവരോടായിട്ട് പറയപ്പെടും, അല്ലെങ്കിൽ അവരോടായിട്ട് പറയും, ഹസനത്തുഹ, നരകത്തിന്റെ കാവൽക്കാര്. നരകത്തിന് ചില കാവൽക്കാരുണ്ട്. അത് നരകത്തിലുള്ളത് അത്രയും അമൂല്യമായ സംഗതികളായതുകൊണ്ട് അതിന് കാവൽ നിൽക്കുക ട്രഷറിക്ക് ഒക്കെ നിൽക്കുന്ന കാവൽക്കാരെ പോലെ എന്ന് മനസ്സിലാക്കേണ്ടതില്ല. നരകത്തിലുള്ളവർ പുറത്തു പോകാതിരിക്കാൻ വേണ്ടി അവിടെ അവരെ ഭദ്രമായി അടച്ചുപൂട്ടുന്നതിനുള്ള ചുമതല ഏൽപ്പിക്കപ്പെട്ട ആളുകളായിട്ട് മനസ്സിലാക്കാം. മലക്കുകളാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവരോടായിട്ട് നരകത്തിന്റെ കാവൽക്കാര് ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ്. വഖാല ലഹും ഖസനതുഹ, ഖസനത്ത് എന്ന വാക്ക്, ഖസന എന്ന വാക്ക്, അതിനാണ് മലയാളത്തില് ഖജാന, ഖജനാവ് എന്നൊക്കെയുള്ള വാക്ക് വരുന്നത്. ട്രഷറി, നിധി അല്ലെങ്കിൽ വിലപിടിപ്പുള്ളതൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലം, ഇതിനൊക്കെയാണ് ഖസാന എന്ന് പറയാം. അതാണ് ഖജാന, മലയാളത്തിൽ ഖജനാവ് എന്ന വാക്കൊക്കെ വന്നിട്ടുള്ളത് ഈ അറബി പദത്തിൽ നിന്നാണ്. ഖസന എന്ന് പറഞ്ഞാൽ സൂക്ഷിച്ചു വെച്ചു എന്നാണ്. ഹഫിള എന്നാണ് അതിന് അറബിയിൽ വേറൊരു വാക്കുള്ളത്. ഹഫലത്ത് എന്ന വാക്ക് ഖുർആനിൽ ഈ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതും കാണാം. അപ്പോ ഖസനത്ത് എന്ന് പറഞ്ഞാൽ ഹഫലത്ത് എന്ന അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അതിന്റെ റൂട്ട് മീനിങ് സൂക്ഷിപ്പു സ്ഥലം എന്നാണ്. മക്കാനുൽ ഹിഫ്ൽ എന്നാണ്. എവിടെയാണോ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് ആ സ്ഥലം എന്നാണ് അതിന്റെ അർത്ഥം. പക്ഷെ ഇവിടെ അവിടെ സൂക്ഷിപ്പുകാര് എന്ന അർത്ഥത്തിലാണ് ഈ പദം ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. വഖാല ലഹും ഖസനതുഹ, ആ നരകത്തിന്റെ കാവൽക്കാർ അവരോടായിട്ട് ചോദിക്കുന്നു, അലം യഅതികും റുസുലും മിൻകും, നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ പെട്ട ദൂതന്മാര് വന്നിട്ടുണ്ടായിരുന്നില്ലേ നിങ്ങളുടെ അടുക്കലേക്ക്? നിങ്ങളുടെ തന്നെ കൂട്ടത്തിൽപ്പെട്ട ചിലർ ദൂതന്മാരായിട്ട് നിങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ലേ? ദൈവിക സന്ദേശം നിങ്ങൾക്ക് പകർന്നു നൽകുന്നതിനായിട്ട് നിങ്ങളുടെ തന്നെ കൂട്ടത്തിൽപ്പെട്ട ചിലര് ദൂതന്മാരായിട്ട് നിയോഗിക്കപ്പെട്ട് നിങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ലേ? എന്തായിരുന്നു അവര് ചെയ്യേണ്ടിയിരുന്നത്? യത്ലൂന അലൈക്കും ആയാത്തി റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിന്റെ ആയാത്തുകൾ, സൂക്തങ്ങൾ നിങ്ങൾക്ക് ഓതി കേൾപ്പിക്കുന്നവരായിക്കൊണ്ട്
നിങ്ങളുടെ നാഥന്റെ, നിങ്ങളുടെ സ്രഷ്ടാവായ റബ്ബിന്റെ സന്ദേശം നിങ്ങൾക്ക് ദൈവിക വചനങ്ങളായിട്ട് ഓതി കേൾപ്പിക്കുന്ന ആളുകളായി നിങ്ങളിൽ തന്നെ പെട്ട ദൂതന്മാര് നിങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ലേ? വയുന്തിറൂനക്കും, നിങ്ങളെ താക്കീത് ചെയ്യുന്നവരായിക്കൊണ്ടും. എന്തിനെ കുറിച്ചാണ് ആ ആളുകള്, നിങ്ങളിൽ തന്നെ പെട്ട ദൂതന്മാര് നിങ്ങളെ താക്കീത് ചെയ്യേണ്ടിയിരുന്നത്? ലിഖാ യൗമിക്കും ഹാദ, നിങ്ങൾ ഇങ്ങനെ ഒരു നാളിനെ അഭിമുഖീകരിക്കേണ്ടി വരും എന്ന കാര്യം താക്കീത് ചെയ്യുന്നവരായിക്കൊണ്ട് നിങ്ങളുടെ തന്നെ കൂട്ടത്തിൽപ്പെട്ട ചില ദൂതന്മാർ നിങ്ങളുടെ അടുക്കലേക്ക് ദൈവിക സൂക്തങ്ങൾ നിങ്ങളെ ഓതി കേൾപ്പിക്കുന്നവരായി വന്നിട്ടുണ്ടായിരുന്നില്ലേ എന്നാണ് നരകത്തിന്റെ കാവൽക്കാര് നരകത്തിലേക്ക് ആനയിക്കപ്പെട്ട നിഷേധികളോടായിട്ട് ചോദിക്കുന്നത്. ഉറപ്പുവരുത്തുകയാണ്, നിങ്ങൾ ഈ നരകം അനുഭവിക്കാൻ എല്ലാ നിലക്കും അർഹരായി എന്നത്, നരകത്തില് എറിയപ്പെടുന്നതിനുള്ള അർഹത ഉള്ളവരാണ് അങ്ങോട്ട് ആനയിക്കപ്പെട്ടിരിക്കുന്നത് എന്നത് ഉറപ്പുവരുത്തുന്ന വിധത്തിലാണ് ഈ നരകത്തിന്റെ കാവൽക്കാര് ഇവരോട് ചോദിക്കുന്നത്. അലം യഅ്തികും റുസുലും മിൻകും, നിങ്ങളുടെ തന്നെ കൂട്ടത്തിൽപ്പെട്ട ദൂതന്മാർ നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ലേ? യത്ലൂന അലൈക്കും ആയാത്തി റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിന്റെ സൂക്തങ്ങൾ, വചനങ്ങൾ, സന്ദേശം അടങ്ങിയിട്ടുള്ള വചനങ്ങൾ നിങ്ങളെ കേൾപ്പിക്കുന്നവരായിക്കൊണ്ട്. വയുന്തിറൂനക്കും ലിഖാ യൗമിക്കും ഹാദ, ഈ ഒരു ദിവസത്തെ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും എന്ന കാര്യം നിങ്ങളോട് താക്കീത് ചെയ്യുന്നവരായിക്കൊണ്ടും അവര് നിങ്ങളുടെ അടുക്കൽ വന്നിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോ നരകത്തിലേക്ക് തെളിക്കപ്പെട്ട നിഷേധികൾ ആ ഘട്ടത്തിൽ പറയുന്നു, ഖാലു, അവര് പറയുന്നത് ഇങ്ങനെയാണ്, ബലാ, ശരിയാണ്, അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. ദൂതന്മാർ ഈ ദൗത്യം നിർവഹിക്കുന്നവരായി ഞങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് ദൈവിക ദൂതന്മാർ നേരിട്ട് വന്നതാവാം, അതേപോലെ ദൈവിക ദൂതന്മാരെ പിൻപറ്റിക്കൊണ്ട് ആ ദൗത്യം തുടർന്ന് നിർവഹിക്കാൻ രംഗത്ത് വന്ന അവരുടെ അനുയായികളാവാം. എന്തായാലും ഈ വിഭാഗത്തിൽപ്പെട്ട ദൂതന്മാർ ദൈവിക സന്ദേശം നിങ്ങളെ കേൾപ്പിക്കുന്ന വിധത്തിൽ നിങ്ങളുടെ കൺമുന്നിൽ എത്തിയിട്ടുണ്ടായിരുന്നില്ലേ എന്നതാണല്ലോ ചോദ്യം. നിങ്ങൾ ഇതറിയാനും കേൾക്കാനും ഒന്നും അവസരം ഉണ്ടായിട്ടില്ലേ? ഇതുപോലെ ഒരു ദിനം അഭിമുഖീകരിക്കേണ്ടി വരും എന്ന കാര്യം നിങ്ങൾക്ക് നേരത്തെ നിങ്ങളിൽ തന്നെ പെട്ട ആളുകള് താക്കീത് നൽകിയിട്ടുണ്ടായിരുന്നല്ലോ എന്നതാണ് ചോദ്യം. അതെ എന്നാണ് അവരുടെ മറുപടി. ബല, അതെ, അങ്ങനെ ദൂതന്മാര് വന്നിരുന്നു, താക്കീത് തന്നിരുന്നു. അതുപോലെ ഇതുപോലെ ഒരു ദിവസത്തെ, ഇങ്ങനെ ഒരു ദിവസത്തെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് അവര് താക്കീത് ചെയ്തിരുന്നു. അവര് ദൈവിക സൂക്തങ്ങൾ ഞങ്ങളെ കേൾപ്പിച്ചിരുന്നു. ഇതൊക്കെ ശരിയാണ് എന്നാണ് നരകത്തിലേക്ക് ആനയിക്കപ്പെട്ട ആളുകള് നരക കവാടം തുറന്നു വെക്കപ്പെട്ട അവസ്ഥയിൽ നരകത്തിന്റെ കാവൽക്കാരുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് അവര് പറയുക. അതൊരു ഉറപ്പുവരുത്തലാണ്. നരകത്തിലേക്ക് അനർഹരായ ആരും തന്നെ പ്രവേശിപ്പിക്കപ്പെടുന്നില്ല എന്നത് അതിന്റെ കാവൽക്കാരെ ഒന്ന് ചോദ്യം ചെയ്ത് ഉറപ്പുവരുത്തുക മാത്രമാണ്. അതോടൊപ്പം തന്നെ അവർക്ക് അവരുടെ മേൽ പൊതിഞ്ഞു കളയുന്ന വിധത്തിലുള്ള, അല്ലെങ്കിൽ അവരുടെ മേൽ കോരി ഒഴിക്കുന്ന വിധത്തിലുള്ള ഒരു അപമാനവും ഒരു പരിഹാസവും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇത് ഏറ്റുപറയേണ്ടി വരുന്നു എന്നത് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നാണക്കേടുണ്ടാക്കുന്നതാണ്. തോറ്റു എന്നതല്ല, തോറ്റു എന്നത് പറയേണ്ടി വരിക കൂടി ചെയ്യുമ്പോൾ ഒരല്പം കൂടി അപമാനം ഉണ്ടാക്കുന്നതും കടുപ്പമേറിയതുമാണല്ലോ. ഈ ഒരു അനുഭവമാണ് നരകത്തിലേക്ക് നയിക്കപ്പെടുന്ന സത്യനിഷേധികൾക്ക് ആ ഘട്ടത്തിൽ ഉണ്ടാവുന്നത്. ഖാലൂ ബല, അതെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരങ്ങോട്ട് ചെല്ലുക. വലാകിൻ ഹഖത്ത് കലിമത്തുൽ അദാബി അലൽ കാഫിരീൻ, പക്ഷെ അങ്ങനെ ചോദിച്ചു എന്നതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ഇളവൊന്നും കിട്ടാൻ പോണില്ല.
നിങ്ങളുടെ അടുക്കിലേക്ക് ദൂതന്മാർ വന്നിരുന്നില്ലേ? അവര് ദൈവിക സൂക്തങ്ങളും ആദർശവും ഒക്കെ നിങ്ങളെ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നില്ലേ? നിങ്ങൾ അതൊക്കെ മനസ്സിലാക്കാൻ അവസരം ഉണ്ടായതല്ലേ? ഇങ്ങനെ ഒരു നാളിനെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന കാര്യം അവര് നിങ്ങൾക്ക് താക്കീത് നൽകിയിട്ടുണ്ടായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കും. ഈ ചോദ്യങ്ങള് അവര് ബല എന്ന് പറഞ്ഞുകൊണ്ടാണ് മറുപടി പറയേണ്ടി വരുന്നത്. അതേ, പക്ഷെ അതുകൊണ്ടൊന്നും അവരെ ഏറ്റുവാങ്ങാൻ പോകുന്ന ഏറ്റവും ദുരന്തപൂർണമായ പരിണതി ഉണ്ടല്ലോ, അതിന് ഒരു ഇളവൊന്നും അവർക്ക് നേടിക്കൊടുക്കുന്നില്ല. മറിച്ച് പറയപ്പെടുന്ന കാര്യം ഇതാണ്: വലാക്കിൻ ഹഖത്ത് കലിമത്തുൽ അദാബി അലൽ കാഫിരീൻ, നിഷേധികളുടെ മേൽ ശിക്ഷാവിധി സത്യമായി പുലർന്നിരിക്കുന്നു എന്നാണ് അവരെ കേൾപ്പിക്കപ്പെടുന്ന കാര്യം. ഇപ്പോ നിങ്ങൾ ഏതൊന്നാണോ നിഷേധിച്ചിരുന്നത് അതിതാ സത്യമായി പുലർന്നിരിക്കുന്നു. വലാക്കിൻ ഹഖത്ത് കലിമത്തുൽ അദാബ്, കലിമത്തുൽ അദാബ് എന്ന് പറഞ്ഞാൽ ശിക്ഷയുടെ വചനം എന്ന് പറഞ്ഞാൽ ശിക്ഷ നേരിടേണ്ടി വരും എന്ന താക്കീതിന്റെ ആ വാചകം, അത് പ്രവാചകന്മാരും അവരുടെ അനുയായികളൊക്കെ ലോക ജനതയെ കേൾപ്പിച്ചുകൊണ്ടിരുന്ന കാര്യമാണ്. ആ താക്കീതിന്റെ വചനം, ആ ശിക്ഷയെക്കുറിച്ചുള്ള താക്കീത് നടത്തിയ ആ കലിമത്ത്, അത് സത്യമായി സംഭവിച്ചിരിക്കുന്നു, സത്യമായി പുലർന്നിരിക്കുന്നു. വലാക്കിൻ ഹഖത്ത് കലിമത്തുൽ അദാബി അലൽ കാഫിരീൻ, നിഷേധികളുടെ മേൽ ശിക്ഷയുടെ വചനം, ശിക്ഷയുടെ ദൈവിക കൽപ്പന അല്ലെങ്കിൽ ശിക്ഷാവിധി, അത് സത്യമായി സംഭവിച്ചിരിക്കുന്നു എന്നാണ് അവിടെ പറയപ്പെടുന്ന ഒരു കാര്യം. അത് അവരോട് പറയുന്നതാവാം, അതല്ലെങ്കിൽ അവരുടെ അവസ്ഥയെ വിലയിരുത്തിക്കൊണ്ട് അള്ളാഹു ഒരു പ്രസ്താവന എന്നുള്ള നിലക്ക് പറയുന്നതാവാം, അവര് തിരിച്ചറിയുന്നതാവാം. ഇതൊക്കെ സംഭവിക്കാം. ഈ ആയത്തിന്റെ ഈ ഭാഗം ആര് പറയുന്നു, ആരോടായി പറയുന്നു എന്നൊന്നും ഇവിടെ വ്യക്താക്കുന്നില്ല. നമുക്കത് അതിന്റെ സ്യൂട്ടബിലിറ്റി അനുസരിച്ച് അതിന്റെ ഈ കോണ്ടെക്സ്റ്റിന് യോജിക്കുന്ന വിധത്തിൽ മനസ്സിലാക്കാം, അതിന് പ്രശ്നമൊന്നുമില്ല. അപ്പോ വലാക്കിന ഹഖത്ത് കലിമത്തുൽ അദാബി അലൽ കാഫിരീൻ, ഇത് ഇവര് തന്നെ ഏറ്റുപറയുന്നതുമാവാം. ബല എന്നതിന്റെ തുടർച്ചയായിട്ട് ഈ കാഫിറുകൾ തന്നെ പറയുന്നതാവാം, കലിമത്തുൽ അദാബ് ഇപ്പോ, ശിക്ഷാവിധി ഇപ്പോ സത്യമായി പുലർന്നിരിക്കുകയാണ് എന്ന്. ശിക്ഷ അനുഭവിക്കാനായി നരകത്തിലേക്ക് തെളിച്ചു കൊണ്ടുപോകപ്പെട്ട ആളുകൾ പറയുന്നതാവാം, അള്ളാഹു അവരെ കുറിച്ച് പറയുന്നതാവാം, മലക്കുകൾ അവരോട് പറയുന്നതാവാം, ഇത് ഒരു പൊതു പ്രസ്താവന എന്ന നിലക്ക് കേൾപ്പിക്കപ്പെടുന്നതാവാം. പല സാധ്യതകളും അതിനുണ്ട്. ഏത് നിലക്ക് വായിച്ചാലും അത് ഈ ആളുകൾ ഏറ്റവും ദുരിതപൂർണമായ ശിക്ഷ ഏറ്റുവാങ്ങുക എന്നത് ഒരു യാഥാർത്ഥ്യമായിരിക്കുന്നു എന്ന കാര്യമാണ് വ്യക്തമാക്കപ്പെടുന്നത്. തുടർന്ന് ഖീല ദുഖുലു അബ്വാബ ജഹന്നം, എന്നിട്ട് അവരോട് പറയപ്പെടുന്നത് ഇങ്ങനെയാണ്: ഉദ്ഖുലു അബ്വാബ ജഹന്നം, നരക കവാടങ്ങളിലേക്ക് നിങ്ങൾ പ്രവേശിച്ചോളൂ. നരകത്തിന്റെ അരികെ എത്തിക്കപ്പെട്ട ആളുകളോടാണ് ഇങ്ങനെ നിർദ്ദേശിക്കപ്പെടുന്നത്. ഖീല എന്ന് പറയുമ്പോൾ ഇത് പറഞ്ഞത് ആരാണെന്ന് ഇവിടെ വ്യക്തമാക്കപ്പെടുന്നില്ല. ഒന്നുകിൽ കാവൽക്കാരായ മലക്കുകൾ പറയുന്നതാവാം, ഇനി അവരെ തെളിച്ചു കൊണ്ടുപോയ മലക്കുകൾ പറയുന്നതാവാം, അള്ളാഹു പറയുന്നതാവാം, ഇവരുടെ കൂട്ടത്തിൽ തന്നെ ഒരാള് മറ്റുള്ളവരോട് പറയുന്ന ഒരു സംഗതിയാവാം. ഏത് നിലക്കായാലും അവരെല്ലാവരും കേൾക്കേണ്ടി വരുന്നത് ഇതാണ്: ഉദ്ഖുലു അബ്വാബ ജഹന്നം, നരക കവാടങ്ങളിലേക്ക് നിങ്ങൾ പ്രവേശിച്ചോളൂ. ഇനിയിപ്പോ നിങ്ങളുടെ മുന്നിൽ വേറെ ഓപ്ഷൻ ഒന്നുമില്ല. ഇവിടുന്ന് എങ്ങോട്ടും നിങ്ങൾക്ക് കുതറി ഓടാൻ സാധിക്കുകയില്ല. നിങ്ങൾ നരകത്തിലേക്ക്, നരക കവാടങ്ങളിലൂടെ പ്രവേശിച്ചോളൂ. ഖാലിദീന ഫീഹ, ഇനി ഇതാണ് നിങ്ങളുടെ നിത്യവാസത്തിനുള്ള സ്ഥലം. ഖാലിദീന ഫീഹ, അതിലെന്നെന്നും വസിക്കേണ്ടവരായിക്കൊണ്ട് നിങ്ങൾ അങ്ങോട്ട് കടന്നോളൂ എന്നാണ് ഇവിടെ പറയുന്നത്. ഫബിഇസ മസുവൽ മുതകബ്ബിരീൻ, ഈ ധിക്കാരികളുടെ, ഈ അഹങ്കാരികളുടെ പരിണിതി എത്ര ദുർഭഗമായതാണ്, ദൗർഭാഗ്യകരമായതാണ് എന്നാണ് തുടർന്ന് വിലയിരുത്തപ്പെടുന്നത്. ഫബിഇസ മസുവൽ മുതകബ്ബിരീൻ, മുതകബ്ബിർ എന്ന് പറഞ്ഞാൽ കിബ്ർ കാണിച്ച് ജീവിച്ച ആളുകളാണ്, അഹന്തയോടുകൂടി ജീവിച്ച ആളുകൾ, അഹങ്കാരികൾ.
ഈ അഹങ്കാരികൾക്ക് ഏറ്റുവാങ്ങേണ്ടി വന്ന മസുവ, അവരുടെ മടക്കഗേഹമായിട്ട്, അവരുടെ അന്തിമ പരിണിതിയായിട്ട്, അവരുടെ എന്നെന്നും നിലക്കൊള്ളാനുള്ള വാസസ്ഥലമായിട്ടൊക്കെ അവർ ഏറ്റുവാങ്ങേണ്ടി വന്ന ഈ നരകം, അത് ഈ കാഫിറുകളുടെ, ഈ മുതക്കബ്ബിറുകളുടെ എത്ര ദൗർഭാഗ്യകരമായ ഒരു പരിണിതിയാണ് എന്നതാണ് ഒരു വിലയിരുത്തലായിക്കൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ. അബൂ ദുഖുലു അബുവാബ ജഹന്നം, നരക കവാടങ്ങളിലേക്ക് നിങ്ങൾ പ്രവേശിച്ചോളൂ. ഖാലിദീന ഫീഹ, ഇനി അവിടെ നിങ്ങൾക്ക് എന്നെന്നും വസിക്കാം. നിങ്ങളുടെ നിത്യവാസത്തിനുള്ള ഇടമാണത്. നിങ്ങൾ അവിടെ നിത്യമായി വസിക്കേണ്ടവരാണ്. ഫബിഇസ മസ്വൽ മുതക്കബ്ബിരീൻ, ഈ അഹങ്കാരികളുടെ മസ്വ, അവരുടെ മടക്കഗേഹം എത്ര ദൗർഭാഗ്യകരമായതാണ് എന്നാണ് തുറന്നു പറയുന്നത്. മസുവ എന്ന് പറഞ്ഞ സങ്കേതം, ആസ്ഥാനം, അവർക്ക് ചെന്ന് ചേരാനുള്ള ഇടം എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അപ്പോ ഈ കുഫാറുകള് മുത്തക്കബ്ബിറുകളായിട്ടാണ് അള്ളാഹു ഇവിടെ അവരെ പരാമർശിക്കുന്നത്. എന്തുകൊണ്ടാണ് അവരെ ഈ അഹങ്കാരികൾ എന്ന നിലയ്ക്ക് പറയുന്നത് എന്നത് നമ്മൾ പല ഘട്ടങ്ങളിലായിട്ട് വിശുദ്ധ ഖുർആനിൽ നൽകപ്പെട്ട സൂചനയിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് അള്ളാഹു നിർദ്ദേശിച്ച പ്രകാരം ആദമിന് സുജൂദ് ചെയ്യാൻ കൂട്ടാക്കാതെ ഇരുന്ന ഇബ്ലീസ് കിബ്ർ കാണിച്ചുകൊണ്ടാണ് ആ അനുസരണക്കേട് കാണിച്ചിട്ടുള്ളത്. മുതക്കബ്ബിർ ആവുകയായിരുന്നു. ഇബ്ലീസിനെ പിന്തുടർന്നുകൊണ്ടാണ് ലോകത്തുള്ള എല്ലാ കുഫാറുകളും പിന്നെ മുതക്കബ്ബിറായി മാറുന്നത്. അവരുടെ കിബറിന്റെ അടിസ്ഥാനം അവർ അള്ളാഹുവിനെ അനുസരിക്കുന്നില്ല എന്നതാണ്. അവര് സ്വേച്ഛയെ അനുസരിക്കുന്നു, അള്ളാഹുവിനെ ധിക്കരിക്കുന്നു എന്നതാണ്. അത് കാരണമായിട്ടാണ് അവര് മുതക്കബ്ബിറുകളായി, അഹങ്കാരികളായിട്ട് മാറുന്നത്. അഹങ്കാരികൾക്കുള്ള ഇടം നരകമാണ് എന്നതാണ് അള്ളാഹുവിന്റെ തീരുമാനം. ഈ കാര്യം യാഥാർത്ഥ്യമായിട്ട് കൺമുന്നിൽ പുലരുന്ന ഒരു സന്ദർഭത്തെ കുറിച്ചാണ് അള്ളാഹു ഇവിടെ വിവരിച്ചിട്ടുള്ളത്. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിക്കുകയാണ്. സൂറത്ത് സുമറിൽ ഇനി 3 ആയത്തുകൾ കൂടിയാണുള്ളത്. സാധിക്കുകയാണെങ്കിൽ അടുത്ത ദിവസം ഈ 3 ആയത്തുകളുടെ വിശദീകരണം കൂടി നടത്തി ഈ സൂറത്തിന്റെ പഠനം നമുക്ക് പൂർത്തിയാക്കാം. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.